എങ്ങനെയായിരുന്നു സലീം കുമാറായിട്ടുള്ള റിലേഷൻ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റെ പോലെ സലീമായിട്ട് കിടക്കുകയാണ്. എടാ ഒരു വൈദ്യനെ കാണാൻ പോയി, അയാൾ മരുന്ന് തന്നു. ഇപ്പോൾ വൈദ്യനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല, എനിക്കാണെങ്കിൽ അനങ്ങാനും വയ്യ. അപ്പോഴൊരു തമാശ രൂപത്തിലാണ് പറയുന്നത്. ഞാൻ സലീമേട്ടൻ മരിച്ചപ്പോൾ ഞാൻ പോയി കാണത്തില്ല. 4 ദിവസം കഴിഞ്ഞ് സലീമേട്ടൻ പോയി. എനിക്ക് പിന്നെ സലീമേട്ടനെ കാണണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു സലീമേട്ടൻ്റെ മുഖമുണ്ട്. അതാണ് ഇങ്ങനൊരു പൂക്കിയ CM എന്നൊരു ടാഗ്ലൈനൊക്കെ കിട്ടിയത് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. 10 വർഷം ചിരിക്കാത്തൊരു മുഖ്യമന്ത്രിയിൽ നിന്നും ചിരിക്കുന്ന വളരെ പ്ലസൻ്റായ ഒരു മുഖ്യമന്ത്രിയെ പെട്ടെന്ന് കണ്ടപ്പോൾ ജനത, കാരണം കുറേ പ്രാവശ്യം മഴ പെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് വെയിൽ വരുമ്പോൾ ഒരു സന്തോഷം വരില്ലേ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പൊസിഷനിൽ ആര് എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നില്ല, ഹലോ നിങ്ങൾക്ക് ചെയർമാൻ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ഒന്നല്ല. ചർച്ചകൾ വന്നതിന് ശേഷം സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ സ്വപ്നങ്ങൾക്ക് വിലയില്ലാത്തൊരു സ്ഥലമാണ്. 2 മാസം പിന്നിടുന്നു VD സതീശൻ സർക്കാർ വന്നിട്ട്, ഏകദേശം 2 മാസത്തോടെ എടുക്കും. എങ്ങനെ വിലയിരുത്തുന്നു? VD സതീശൻ മാത്രമല്ല, എല്ലാ മന്ത്രിമാരും മനുഷ്യന്മാരല്ലേ, അവർക്കൊരു സമയം കൊടുക്കണ്ടേ. കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞ് ശ്രീകുമാറായിട്ട് വളരെ തമാശയായിട്ടൊരു കാര്യം, എടാ ഇതുവരെ കാണാത്ത കോൺഗ്രസ്സുകാരൊക്കെ നീ കണ്ടില്ലേടാ എന്ന് ചോദിച്ചു. ആദ്യം പ്രസക്തമായ ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഏകദേശം 1-2 മാസമായി ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പൊസിഷനിൽ ഇങ്ങനെ പല പേരുകൾ കേൾക്കുന്നു. അതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പേരായിട്ട് നിൽക്കുന്നു ശ്രീ ദീപു കരുണാകരൻ്റെ പേര്. താങ്കൾ ഇതിനു മുമ്പ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും കോൺഗ്രസ്സുകാരനാണ് എന്ന് അടിയുറച്ച് പറയുകയും തുറന്നു പറയുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ട് തന്നെ ദീപു കരുണാകരൻ്റെ പേര് ഈ ലിസ്റ്റിൽ വന്നാൽ അത്ഭുതപ്പെടാനുണ്ടോ? താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ആശയപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്വപ്നം കൊണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല, മനസ്സിലായില്ലേ. ഞാൻ രാഷ്ട്രീയക്കാരനായി ഇതൊരു പാഷനായിട്ടും ഇതൊരു പ്രൊഫഷനായിട്ടും കണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്നതാണ്. ഇപ്രാവശ്യം നമ്മുടെ പാർട്ടി ഭരണത്തിൽ വരുമെന്ന് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അതൊരു സ്ഥാനത്തിന് വേണ്ടി ആയിരുന്നില്ല ഒരിക്കലും, മനസ്സിലായില്ലേ. പിന്നെ നാച്ചുറലി ഈ വാർത്തകൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പല നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ സംശയിക്കുന്ന, അല്ലെ അവരെ ഗസ് വർക്ക് മാത്രമാണ്. അതൊരു പ്രോപ്പർ ഫ്രെയിം വർക്കിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു കോൺഗ്രസ്, അതായത് കോൺഗ്രസ്സിലെ ഒരു സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സിനിമ ഫീൽഡുമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ ഇയാൾക്കല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നത് പോലെ ഒരു ഗസ് വർക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നത്. ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അങ്ങനെ ചർച്ചകളൊന്നുമില്ല. കാരണം ഈ ചർച്ചകളൊക്കെ ഇനിയിപ്പം കുറേ ചർച്ചകൾ നടക്കാനുണ്ട്. അതായത് മിനിസ്റ്ററിൻ്റെ ടീം ചർച്ച ചെയ്യണം, അദ്ദേഹം CM ആയിട്ട് ചർച്ച ചെയ്യണം, UDF കൂടണം, ക്യാബിനറ്റ് ഡിസിഷൻ, അപ്പോൾ കുറേ പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചർച്ചകളിലൊന്നും, ഒന്നാമത്തെ കാര്യം നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നില്ല, ഹലോ നിങ്ങൾക്ക് ചെയർമാൻ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല. അവരുടെ മനസ്സിൽ അവർക്ക്, ഞാൻ പറഞ്ഞ ഒരു മിനിസ്റ്ററിനും അല്ലെങ്കിൽ CMനും അവർക്ക് ആവശ്യമുള്ള ആൾക്കാരും ഇയാളെ കൊടുത്താൽ ഇത് നന്നായി കൊണ്ടുപോകുന്നു അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ആ ചർച്ചകൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ജഗദീഷ്, സലീം കുമാർ, ജോയ് മാത്യു, പല പേരുകളുണ്ടായിരുന്നു, രവീന്ദ്രൻ, അങ്ങനെ തുടങ്ങി പല പേരുകളും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഒരു വ്യക്തിയായിട്ടാണ് ദീപു കരുണാകരൻ വന്നിരുന്നത്. അതാണ് ഞാൻ ഈ പേര് ആരാ പറഞ്ഞതെന്നാണ് ഞാൻ, നിങ്ങൾക്ക് ഒരുപക്ഷെ മിനിസ്റ്ററിൻ്റെ വായന കിട്ടിയ പേരാണോ അല്ലെങ്കിൽ കൾച്ചറൽ മിനിസ്റ്ററി, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് മിനിസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പേരുകളും റാറ്റ് റേസും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ റേസൊക്കെ പുറത്തല്ലേ ദീപു, നമ്മളിവിടെ ചർച്ച പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതാണ് ഞാൻ, ഇതൊക്കെ ഗസ് വർക്കിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി വിഷ്ണുനാഥ് എന്ന് പറയുന്ന മിനിസ്റ്ററിന് ഈ കലാപരമായിട്ടും സിനിമയായിട്ടും വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം എല്ലാ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വരുന്നൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന് മിനിസ്റ്ററി നന്നായി പോകണമെന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അതിനുതകുന്ന ഒരാളെ തന്നെ ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഗസ് വർക്ക് ഉള്ളത് കൊണ്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ വന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏക നേതൃത്വ സ്ഥാനത്തേക്കുന്ന സിനിമാക്കാരനായതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് നിർബന്ധമൊന്നും ഒരിടത്തുമില്ല. മാത്രമല്ല ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, അത് ഏറ്റവും അവർ ആ ബയോയിൽ തന്നെ ഏറ്റവും പ്രോമിനൻറ്റ് ഫിഗർ ഇൻ സിനിമ എന്നാണ് പറയുന്നത്. അവിടെ പൊളിറ്റിക്സ് ഇല്ല ആക്ച്വലി, പ്രോമിനൻസ് സിനിമ. അത് എം വി രാജൻ സാറും അടൂർ സാറും അല്ലെങ്കിൽ നമ്മൾ MT ഒക്കെ ഇരുന്ന കസേരയാണ് അവിടെ. ഒരു പ്രോമിനൻറ്റ് ഫിഗറിനെ തന്നെയാണ് പാർട്ടി നോക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയുന്നത് പ്രോമിനൻറ്റ് ഫിഗർ തന്നെയാണല്ലോ താങ്കൾ മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട അല്ല, അങ്ങനെ അല്ല. ഞാൻ അങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സെൽഫ് ഫേസിങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രോമിനൻറ്റ് ഫിഗർ ആണെന്ന് എനിക്ക് തോന്നാറില്ല. മമ്മൂട്ടി വെച്ച് സിനിമ എടുക്കുന്നു, മമ്മൂട്ടി വെച്ച് സിനിമ എടുക്കുന്നു, ദിലീപിനെ വെച്ച് സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ കമ്പാരിസൺസ് വരുന്ന ഈ വിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ, MT, വാസുദേവൻ നായർ, അങ്ങനെയുള്ള കമ്പാരിസൺസിലേക്ക് പോകുമ്പം ഞാൻ പറയുന്നില്ല അതിനൊന്നും ഞാൻ യോഗ്യനേ അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരാളും കൂടെ ഞാനാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നാളെ ശ്രീ മണിരത്നം ആണ് ഈ ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പാർട്ടിക്കും നമ്മുടെ ഈ അക്കാഡമിക്കും വളരെ നല്ലൊരു മൊമെൻറ്റം കിട്ടുന്ന ഒരാളായിരിക്കാം.
അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ആ പ്രോമിനൻസ് അങ്ങനെ ഒരു പ്രോമിനൻറ്റ് ഫിഗറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പി.സി. വിഷ്ണുനാഥ് മന്ത്രിയാവുന്നതിന് മുമ്പും എം. ലിജു മന്ത്രിയാവുന്നതിന് മുമ്പും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും ഒക്കെ താങ്കൾക്ക് ഇവരുമായിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ ബന്ധത്തിൽ ചോദിക്കാമല്ലോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്, എന്റെ പേരിൽ നിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. അത് നല്ലൊരു കോൺഗ്രസ്സുകാരനും നമ്മളവർ തമ്മിലുള്ള ഒരു ബന്ധം വെച്ച് നമ്മൾ എങ്ങനെ ചെന്ന് ചോദിക്കുന്നു? ചോദിക്കാൻ പാടുണ്ടോ അത്? കാരണം നമുക്കറിയാലോ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ പ്രഷേഴ്സാണ് നടക്കുന്നതെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെന്ന് വളരെ ഇത്രയും നാൾ നമ്മളെല്ലാം മനസ്സിലാക്കി പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് ചെന്ന് അതെ എന്നെ ഈ ഒരു പൊസിഷൻ തരണം കേട്ടോ എന്ന് പറയുന്നത് എത്രയോ മര്യാദകേടാണ്. അതൊരു മര്യാദകേടാണ്. നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ പ്രപ്പോസലോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാന്നുള്ളതല്ല ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് തോന്നണം നമ്മുടെ ഈ ജോലികൾ കൊണ്ട് ഇയാളെ പ്രാപ്തനാണെന്ന് തോന്നി നമ്മളെ സെലക്ട് ചെയ്യുന്നത് ഇസ് ദ റൈറ്റ് തിങ്. അല്ലാതെ അവരുടെ മനസ്സിൽ ഇത് ഉണ്ടാവണമല്ലോ, മനസ്സിലല്ലേ? ഇന്ന ആൾക്കാർ അവിടെ പോയി നമ്മൾ പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയ്ക്ക് വേണ്ടി എൻ്റെ പേര് പരിഗണിക്കണേന്ന് പറഞ്ഞാൽ എന്തൊരു അപജയമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആക്ച്വലി നമുക്കിത് അറിയാവുന്ന ആളായതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അവിടെ ഒരു നീഡ് വരികയാണെന്നുണ്ടെങ്കിൽ പറയണം, അയ്യോ ഇയാളുടെ സ്കില്ല് വെച്ച്, ഇയാളുടെ ടാലൻറ്റ് വെച്ച്, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും നാൾ പാർട്ടിക്ക് പ്രവർത്തിച്ച രീതി വെച്ചിട്ട് ഇയാൾ ഇന്ന പൊസിഷനിലേക്ക് വരാൻ നല്ലതാണെന്ന് അവർ തീരുമാനിക്കുമ്പോഴാണ് നമുക്കൊരു പൊസിഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല ചോദിച്ചു വാങ്ങിയുന്ന ഒന്നും പൊസിഷൻസ് അല്ല. പേരുകൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ചർച്ചകൾ വന്നതിന് ശേഷം സ്വപ്നം കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ എപ്പോഴും പറയില്ല, ഒരു രാഷ്ട്രീയത്തിൽ സ്വപ്നങ്ങൾക്ക് വിലയില്ലാത്തൊരു സ്ഥലമാണ്. സ്വപ്നം പാടില്ല എന്നാണ്. കാരണം നമുക്ക് കിട്ടുന്ന വലിയൊരു ചുമതലയാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, എനിക്ക് MT സാർ ഒരിക്കൽ പറഞ്ഞതുപോലെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ സമയത്ത് ആ ഒരു ഒറ്റ നിമിഷം ഒരു ഭയങ്കര ഹൈ ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ സ്വപ്നം കാണാനുള്ളൊരു സ്പേസ് അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജോലിയാണ്. ആരെ വന്നിരുന്നാലും വളരെ സീരിയസ് ആയ ഒരു ജോലിയാണ്. അപ്പോൾ അത് നമ്മൾ പേടിക്കുക വേണം ചെയ്യാനായിട്ട്, സൂക്ഷിക്കുക വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ സ്വപ്നം കാണേണ്ട ഒരു സ്പേസ് അല്ല അത്. ഒരു ജോലി, ഒരു ചുമതല കൂടെ വരികയാണ്. ആ ചുമതല ഞാൻ കൃത്യമായി കാണണം എന്നാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഇല്ല, നമ്മളിലല്ല, വേറൊരാൾക്കാണ് ഈ ചുമതല പോകുന്നുണ്ടെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാനും ഞാൻ നിൽക്കേണ്ട ആളും കൂടിയാണ് ഞാൻ. ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. 2 മാസം പിന്നിടുന്നു വി.ഡി. സതീശൻ സർക്കാർ വന്നിട്ട്, ഏകദേശം 2 മാസത്തോടെ എടുക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഈ 2 മാസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ചോദ്യം ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത സാധനമാണ്. കാരണം കോൺഗ്രസ്സുകാരിൽ എല്ലാവരിലും നമ്മളൊരു പറയില്ലേ, നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഗോളടിച്ച് കപ്പ് കൈ കിട്ടും പോലെ അല്ല ഭരണം എന്ന് പറയുന്നത്. അതിനൊരു ടൈമുണ്ട്. എല്ലാ മിനിസ്റ്റേഴ്സും വരുന്നു, അവർ 10 വർഷം പിറകെ നിന്നതിന് ശേഷം ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ്. ആ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. മുമ്പ് ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ, എന്തൊക്കെ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മാനിഫെസ്റ്റോയിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഭരണത്തിനെക്കുറിച്ച്, ആ ദിശയിലേക്കാണോ നമ്മൾ മൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നം, ഇതൊക്കെ പഠിച്ചു വരാൻ തന്നെ ഒരു മനുഷ്യൻ, വി.ഡി. സതീശൻ മാത്രമല്ല, എല്ലാ മന്ത്രിമാരും മനുഷ്യന്മാരല്ലേ, അവർക്കൊരു സമയം കൊടുക്കണ്ടേ? കാരണം മാത്രമല്ല 10 വർഷത്തിന് പൊതുജനങ്ങൾക്ക് മിനിസ്ട്രിയുമായിട്ടൊരു ബന്ധമുണ്ടാവാൻ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് ഗവൺമെൻറ്റുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് ചെറിയ പരാതികൾ പോലും, ഞാൻ ഒരു മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ പോയി ഞാൻ കണ്ടിട്ട് ആലോചിച്ച് ഈ പരാതികളൊക്കെ ഒരു മിനിസ്റ്റർ പരിഗണിക്കേണ്ടതാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. അതുപോലും അവർ പറഞ്ഞു ഈ 10 വർഷം അവർക്ക് ഈ സ്പേസ് കിട്ടില്ല, ജനങ്ങൾ നമ്മളിലേക്ക് വരട്ടെ. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി തീരുമാനങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. പതുക്കെ ഇതിൽ പല റെസ്ട്രിക്ഷൻസ് വരും, പല ഇതിനൊക്കെ ഒരു രീതികൾ വരും, മനസ്സിലായില്ലേ? ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു അപ്രോച്ച് വരും. ആ അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യത്തുള്ളൂ. അപ്പോഴേ പോരെ വിലയിരുത്തൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാം നമ്മൾ ചോദിക്കുന്നതിന് എന്താ പറയുക, ഉരുളയ്ക്ക് ഉപ്പേരിയിൽ മറുപടി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് പ്രോജക്റ്റും പോളിസീസും ആയി തുടങ്ങിയിട്ടില്ല. അതായാലും നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ പറയാനും പറ്റുള്ളൂ. ഈ ബഡ്ജറ്റിൽ സിനിമാക്കാർക്ക് ആശ്വാസം നൽകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പൈറസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് പലകുറി ചർച്ച ചെയ്യപ്പെടുകയും ഒന്നും നടക്കാതെ പോകുന്നതും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊരു ആശ്വാസകരമായ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് സർക്കാർ എടുത്തു വെച്ചതുപോലെ ഒരു ഫീൽ ചെയ്തു. രണ്ടാമത്തത് ഫിലിം സിറ്റിയാണ്. സിനിമാക്കാർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന സ്വന്തം സംസ്ഥാനത്തൊരു സ്ഥിരം വേദി, ഒരു ഫിലിം സിറ്റി പോലെ. ആ ഒരു പ്രഖ്യാപനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങൾ? അല്ല, ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വളരെ ആശ്വാസകരവും സ്വാഗതാർഹവുമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് UDF സാർ. കാരണം ഇത് ഇൻഫാക്റ്റ് ശ്രീ വി.ഡി. സതീശൻ സാർ CMൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം
ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപു എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്ന ദിവസം വൈകുന്നേരം ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നങ്ങൾ ഞാനൊരു ഷെയർ ചെയ്തിരുന്നു. ഇങ്ങനെയൊരു സംഭവമാണ്, അതനുസരിച്ച് എൻ്റെ അടുത്തൊരു പ്രോജക്റ്റൊക്കെ നമുക്കിങ്ങനെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ വിഷൻ വളരെ ക്ലിയർ ആണ്, മനസ്സിലായില്ലേ? അതൊരു ജസ്റ്റ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് വേണ്ടി പുള്ളിക്കാരൻ സംസാരിച്ചതല്ല. പുള്ളിക്കാരൻ ഇതൊരു 1 വർഷമായി സംസാരിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചതെന്നുള്ളത്. അപ്പോൾ അതിനൊരു പുള്ളിക്കാരൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഈ ഫിലിം കോൺക്ലേവ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ സർക്കാർ നടത്തിയിരുന്നു. ആ കോൺക്ലേവിൻ്റെ ഇനോഗ്രേഷൻ തലേദിവസം ഞാൻ ശ്രീ വി ഡി സതീശൻ സാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഒരു സർക്കാർ ഇങ്ങനെ സംഭവം ചെയ്തത്, നമ്മൾ പോകണ്ടേ അവിടെ, നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് നമുക്ക് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ ഞാനൊരു ചെറിയൊരു സംഭവം, ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞ് ഈ ഫസ്റ്റ് സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ സലീം കുമാറായിട്ടിനെ ഞാൻ ഫോണിൽ വിളിച്ചു. സലീം കുമാറായിട്ട് വളരെ തമാശയായിട്ടൊരു കാര്യം, എൻ്റെ ഫോൺ എടുത്ത് തന്നെ ചിരിച്ചിട്ടുണ്ട്. എടാ, ഇതുവരെ കാണാത്ത കോൺഗ്രസ്സുകാരൊക്കെ നീ കണ്ടില്ലേടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറയാം, അപ്പോൾ എനിക്ക് സലീമിൻ്റെ ഓർമ്മ. അന്ന് ഈ കോൺക്ലേവിനെ കുറിച്ച് സി എമ്മിനോട് സംസാരിക്കാൻ, അന്ന് പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശനോട് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നത് സാറിനോട് ഇങ്ങനെ സംസാരിച്ചു, സാർ ഇങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു, ദീപു എന്നെയും സീരിയസ് ആയിട്ട് അവിടെ വെൽക്കം ചെയ്തിട്ടില്ല, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അവർ പോളിസി വന്നിട്ട് ദീപു ഒരു ഡീറ്റെയിൽ ഡ്രാഫ്റ്റ് ഇവിടെ PA കൊടുത്തേക്ക് നമുക്കത് പഠിക്കാം, എന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറയാൻ. അപ്പം അന്നും അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, എല്ലാ സാധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഒരു ചുമ്മാ ഒരു പ്രഖ്യാപനമല്ല എന്ന് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അത് യാഥാർത്ഥ്യം, കാരണം ഇതെല്ലാം പുള്ളിക്കാരൻ്റെ മൈൻഡിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ശ്രീ പി.സി. വിഷ്ണുനാഥിൻ്റെയും മൈൻഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഡ്ജറ്റിലേക്ക് വന്നിട്ടുള്ളതെന്ന് അത്രേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഭരണം കിട്ടിയ ഒരു മാസത്തിനകത്ത് സെക്രട്ടറിമാരെ എഴുതി കുറിപ്പ് കൊണ്ട് അവതരിപ്പിച്ച ഒരു സിനിമാ മേഖല ബഡ്ജറ്റില്ല. കാരണം ശ്രീ വിഷ്ണുനാഥ് സിനിമാക്കാരെ എല്ലാ സംഘടനകളെയും വിളിച്ചതിന് മുമ്പൊരു ചർച്ച നടത്തിയതിന് ശേഷം തന്നെയാണ് ആവശ്യങ്ങൾ പരിഗണിച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, സിനിമ വ്യവസായമായി പ്രഖ്യാപിക്കാനുള്ളൊരു നയം കൂടി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അപ്പോഴുണ്ടായിരുന്ന ഒരു ചോദ്യം, ഈ IFFKയുടെ വേദി കൊച്ചിയിലേക്ക് മാറ്റും എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു അതങ്ങനെ മാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അക്രഡിഷൻ ഉണ്ട്. ഇതത് നമ്മുടെ ഇത് നടത്തുന്ന ലൊക്കേഷൻ ഒരു അക്രഡേഷൻ ഉണ്ട്. ഇപ്പോൾ ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ നടത്താനല്ല, വേറെ ഒരിടത്തും കൊണ്ട് നടത്താൻ പറ്റത്തില്ല. അക്രഡേഷൻ ഉണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചിയാണ് നമ്മുടെ വേദി എന്ന് പറഞ്ഞാൽ ആ അക്രഡേഷൻ കൊച്ചിയിലേക്ക് മാറ്റിയാൽ മാത്രമേ കൊച്ചിയിൽ വേദിയാവാൻ പറ്റത്തുള്ളൂ. അല്ല നാളെ രാവിലെ സിനിമ ഫെസ്റ്റിവൽ IFFK കൊച്ചിയിൽ അക്രഡേഷൻ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാവും, ഫ്യൂച്ചറിലുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. ഈ ഞാൻ പറയുന്ന കേരളം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന തിരുവനന്തപുരമായിട്ടല്ല, കേരളമായിട്ട് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വേണ്ടോളൂ, ക്യാപിറ്റൽ സിറ്റി എന്നുള്ളത്. അത് നാളെ കൊച്ചിയിലേക്ക് പോകേണ്ട സാങ്കേതികമായിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുള്ള ഒരു സാധനമില്ലല്ലോ. പക്ഷേ മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇല്ല, ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യം നാളെ അങ്ങോട്ട് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അക്രഡേഷൻ, അത് തന്നെ ഞാൻ പറഞ്ഞു, മാറ്റാൻ ഇപ്പോൾ വകുപ്പൊന്നുമില്ല. പക്ഷേ നാളെ മാറ്റേണ്ടി വന്നാൽ അക്രഡേഷൻ മാറ്റാം. അതിൻ്റെ ലീഗലായിട്ടുള്ള പ്രോബബിലിറ്റി മാത്രമാണ്. ഓക്കെ, സലീം കുമാറിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ക്രേസി ഗോപാലനാവട്ടെ, തേജാബായിലാവട്ടെ, ഫയർമാനിലുള്ള കഥാപാത്രം ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇത് മൂന്നും ഒരു 3 തരത്തിൽ നോക്കിയ ഒരു ഐക്കോണിക് കഥാപാത്രമാണ്. ക്രേസി ഗോപാലിലെ ആ സീക്വൻസ് അദ്ദേഹത്തിന്റെ മരണ ദിവസം പല ചാനൽസും പ്ലേ ചെയ്തൊരു സീനാണ്. തേജാബായിലെ കോമഡി സീനും അതുപോലെ തന്നെ, ഞാൻ പറയുന്ന സീൻ മനസ്സിലായി, മഹാഭാരതത്തിൽ. ഫയർമാൻ ആവട്ടെ, ആ ഒരു കഥാപാത്രമേ ഭയങ്കര. എങ്ങനെയായിരുന്നു സലീം കുമാറായിട്ടുള്ള റിലേഷൻ? സലീമേട്ടന് ഭയങ്കര രസമുള്ളൊരു ബന്ധമല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലീമേട്ടനായിട്ട് എൻ്റെ ചേച്ചി ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സലീമേട്ടനെ പല വേദികളിലും കണ്ടിട്ടുണ്ട്. സലീമേട്ടൻ എന്ന് പറഞ്ഞ നടനെ അങ്ങനെ അറിയാമെന്നുള്ളതല്ലാതെ വലിയ പരിചയമില്ലായിരുന്നു. ആദ്യമായിട്ടൊരു ബന്ധമുണ്ടാവുന്ന കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, പ്രിയദർശൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ഈ അഭിനയവും കാര്യവും ഞാൻ വളരെ ദൂരെ നിന്ന് എനിക്ക് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ഈ ബന്ധം വളരുന്നത് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, ഈ എന്താ പറയുന്നത്, ആശീർവാദിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ചെന്നൈയിൽ. ആ ചെന്നൈയിലാണ് അപ്പോൾ പുള്ളിക്കാരൻ ഡബ്ബിങ്ങിന് വരുമ്പോൾ അവിടെയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ പുള്ളിക്കാരൻ ഒരു കഞ്ഞീൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചൊരു പ്രത്യേക പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതും വച്ച് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡയലോഗിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറഞ്ഞാൽ ഒരു പീരീഡ് ലെവലിലാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ സംസാര രീതി, അയാളുടെ നിഷ്കളങ്കത ഒക്കെ ഇയാളുടെ ഡയലോഗ്സിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് വളരെ ചെറുതായിട്ടിങ്ങനെ അങ്ങനെ ഒരു ബന്ധം, ഒരു ആരാധന മാത്രമായിട്ടാണ് നമ്മൾ. ക്രേസി ഗോപാലനിലാണ് ഞാൻ സലീമേട്ടനും കൂടെ നന്നായിട്ട് അടുക്കുന്നതെന്ന് പറയാം. കാരണം അപ്പോഴും പുള്ളിക്കാരൻ്റെ വയ്യായിക കുറച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അല്ല, സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം കുറേ ഓടുന്ന സീനൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത്, എടാ
നീ ഡയറക്ടറല്ലേ? അപ്പം ഞാൻ എന്ത് എടാ ഓടുന്ന ഇവിടുന്ന് ഇവിടം വരെ ഓടും കട്ട്, ഇവിടുന്ന് ഇവിടം വരെ ഓടും കട്ട്, അങ്ങനെ ഓടിയ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാൻ സലീമേട്ടാ, അങ്ങനെയല്ല അങ്ങനെ എടുത്താൽ മതി, എനിക്ക് ഓടാൻ പറ്റൂലേ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് പറയും. ഭയങ്കര മടിയാണ് പുള്ളിക്കാരന്. രാവിലെ ലൊക്കേഷനിൽ വന്ന് 11 മണിക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഇന്നെല്ലാം അങ്ങ് എടുത്ത് തീരാല്ലേ, തീരുന്നങ്ങ് തീർന്നു പോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കും, എനിക്കങ്ങനെ ഒന്നും തീരാൻ പാടില്ല. അത് പുള്ളിക്കാരെ ഒരു ചായ കുടിക്കും, സിഗരറ്റ് വലിക്കും, ചായ കുടിക്കും, കഥകൾ പറയും, പല കാര്യങ്ങളും പറയും, ഇങ്ങനെ സംസാരിക്കാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സലീമേട്ട ഇത് വർക്കൗട്ട് ആവത്തില്ല കേട്ടോ, കാരണം എനിക്ക് എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയും എടാ ഞാനിത് വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നു, ഞാൻ വന്നൊരു ചായ കുടിച്ചതിൻ്റെ അത് എനിക്കത് ആസ്വദിച്ചത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് വെക്കൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാം ശരി. പിന്നെ പറയും പുള്ളിക്കാരൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ മാറ്റി. ഇതേ സലീമേട്ടൻ അപ്പം ഇങ്ങനെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സലീമേട്ടന് ഒരു ചേഞ്ച് കൊണ്ടുവരിക്കുന്നത് ക്രേസി ഗോപാലിനാണെന്ന് തോന്നുന്നു. അതായത് വളരെ സീരിയസ് ആയിട്ട് ഇത്രയും കോമഡി പറയുമ്പോഴും ഇത്രയും വിഷമം അയാളുടെ സാഹചര്യങ്ങൾ പറയുകയും അയാൾ മരണപ്പെട്ടു അയാളുടെ ഇമോഷനിൽ ആ സിനിമ മുഴുവൻ നിൽക്കുന്നത്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഇമോഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന സലീമേട്ടൻ തേജാബയിൽ വരുമ്പോൾ നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും സീരിയസ് ആയി കേരളം അല്ല ഇന്ത്യ മുഴുവൻ ഇയാളിങ്ങനെ ഒരു സീരിയസ് നടനായി കണ്ട ഒരാൾ ഇനി വന്നിട്ട് ഇങ്ങനൊരു സത്യം പറഞ്ഞാൽ ചളം കോമഡി ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് എവിടെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ പുള്ളിക്കാരൻ ലാൻഡ് ചെയ്ത് അപ്പോൾ ആൾക്കാർ ഫംഗ്ഷൻ വെച്ച് ഒരു മൊമെൻ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തിരുവനന്തപുരം ഷൂട്ടിനെ കൊണ്ടൊരു ഭയങ്കര വിഷയമായിരുന്നു. കൊണ്ടുവന്നു പുള്ളിക്കാരൻ അത് ഗംഭീരമായിരിക്കും. അപ്പം ഞാനത് സീൻ മഹാഭാരത സീനുണ്ട്. ആ സീനിൽ എനിക്ക് അതെ ആ സീൻ ഞാൻ പറഞ്ഞു സലീമേട്ടൻ ഈ ഒരൊറ്റ സീനിന് വേണ്ടിയാണ് ഞാൻ സലീമേട്ടനെ ഈ പടത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. ഇത് സലീമേട്ടനല്ല ലോകത്ത് ആര് ചെയ്തും വർക്കൗട്ട് ആവില്ലെന്ന്, അല്ലെങ്കിൽ ആ സീൻ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഈ സീനിൽ കൊണ്ടുവരുന്നത് സലീമേട്ടൻ. അത് അതുപോലെ വേറെ ആരായിരുന്നെങ്കിലും വർക്കൗട്ട് ആവത്തില്ലായിരുന്നു. കാരണം അതിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ പേരെല്ലാം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ പേരാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഫാമിലിയിൽ പലരും ആ സീന് കാണുമ്പോൾ അതെ അതെ ലതിക ചേച്ചി എന്ന് പറയുന്നതും അതും ഇതൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. കൃഷ്ണകുമാർ അമ്മാമൻ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ ഫാമിലിയുള്ള. അപ്പം ഇത് സലീമേട്ടൻ പറയുമ്പോഴേ എനിക്കത് കൺവിൻസിങ് ആവും. അപ്പം അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇതൊന്നും അല്ലാത്ത ലാസ്റ്റ് വെർഷൻ ഓഫ് സലീമേട്ടനെ കാണുന്നത് ഫയർമാൻ്റെ ലൊക്കേഷനിലാണ്. അത് ഞാനൊരു ഈ ഇടയ്ക്ക് സലീമേട്ടൻ സ്മരണത്തിൽ പറയുകയും ചെയ്തു. ആ ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു ദിവസം 10 മണിക്ക് ഷൂട്ട്, റോഡിലാണ് ഷൂട്ട്. സലീമേട്ടൻ വരുന്നില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. 11:30 എന്നെ വിളിച്ചിട്ട് വന്നു, ഞാൻ എന്നെ ഹോട്ടലിലുണ്ട്, എനിക്കൊട്ടും വയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റെ പോലെ സലീമേട്ടൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സലീമേട്ടാ എടാ ഒരു വൈദ്യനെ കാണാൻ പോയി, അയാൾ മരുന്ന് തന്നു, 2 ദിവസം കഴിച്ചു, കഴിച്ചിങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ വൈദ്യനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല, എനിക്കാണെങ്കിൽ അനങ്ങാനും വയ്യ. അപ്പോഴൊരു തമാശ രൂപത്തിലാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മറുമരുന്നുണ്ട്, ആ ഒരൊറ്റ മരുന്നിൽ ഇത് നിൽക്കുള്ളൂ. ഞാൻ വെച്ചാൽ അത് എവിടെ നിന്നാണ്? അതാ എൻ്റെയും വീട്ടിലുള്ള ഒരേ ഒരു മരുന്നിന്. അതെന്താ? കഞ്ഞി എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ ഹോട്ടലിൽ നിന്ന് കഞ്ഞി വെച്ചിട്ട് പുള്ളിക്കാരെ ആ ലൊക്കേഷനിലോട്ട് വെക്കുന്നു. എനിക്കിപ്പോഴും ആ ഫയർമാനിൽ ഏതോ സീക്വൻസിലുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു, ഒരു റൗണ്ട് ട്രോളിങ് ഷോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ നിൽക്കാൻ പറ്റുന്നില്ല. ആ പുള്ളിക്കാരനെ പിറകിൽ നിന്ന് ബെൽറ്റിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എൻ്റെ ഈ ഷോട്ടിൽ എവിടെയോ ഒരു മിസ്, എനിക്കറിയാം ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൈൻ്റെ ഒരു സ്പേസ് അവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. അങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്ത ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ബാക്ക് ടു നോർമലായി. പിന്നെ കഥകൾ ചർച്ച ചെയ്യാനുള്ള ഫോൺ കോളുകളായി എൻ്റെയും സലീമേട്ടൻ്റെയും. എടാ ഞാൻ ഇങ്ങനൊരു സാധനം ചെയ്തു. അപ്പം ഭയങ്കരമായൊരു ആത്മബന്ധം എവിടുന്നോ സലീമേട്ടനായിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന സാധനം. ഈ 2011 തേജാബായി ഷൂട്ട് ചെയ്യുന്ന സമയത്തൂടെ ഇലക്ഷൻ നടക്കുക. സലീമേട്ടനെ കൊണ്ടുവരുന്ന ഭാഗത്തിന് കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ ഓരോ വേദി വന്നു. അപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നുകൊണ്ട് ഞാൻ അതിനുള്ള വേദികളെല്ലാം ഒരുക്കി കൊടുക്കുകയാണ്. സലീമേട്ട ഇന്ന് മറ്റിടത്ത് നീ അപ്പോൾ എങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, എന്ത് ഞാൻ പോകും എന്നൊക്കെ പറയുന്ന ഒരു ബന്ധം സലീമേട്ടൻ വളരെ കൂടുതൽ സമയം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ചർച്ച ചെയ്യേണ്ടതായിരുന്നു തോന്നുന്നു. കാരണം ആളുകൾക്കും അങ്ങനെ ഞാൻ സലീമേട്ടൻ മരിച്ചപ്പോൾ ഞാൻ പോയി കാണുന്നില്ല. അതിന് കാരണം അതിന് 4 ദിവസം മുമ്പ് ഞാൻ പരവൂർ പുള്ളിക്കാരനെ കാണാൻ പോയി. അവിടെ പോയിട്ട് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു എടാ അപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വരുന്നില്ല, ഇപ്പോൾ അർജൻറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ കാണാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഞാൻ എയർപോർട്ട് വരെ പോയി. 4 ദിവസം മുമ്പ് മരിക്കുന്നത്. എയർപോർട്ടിൻ്റെ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പറവൂർക്ക് ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ബിജു ഉണ്ട്, ബിജുവിനോട് കൂടെ ചേർന്ന് പോകാമെന്ന് വിചാരിച്ചു. പകുതി വഴിച്ച് നമ്മൾ തീരുമാനിച്ചു പിന്നെ കാണാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. 4 ദിവസം കഴിഞ്ഞ് സലീമേട്ടൻ തീർന്നു. സലീമേട്ടൻ പോയി. എനിക്ക് പിന്നെ സലീമേട്ടനെ കാണണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു സലീമേട്ടൻ്റെ മുഖമുണ്ട്, അതാണ്.
കാരണം ഞാൻ പറഞ്ഞു നിങ്ങളിത് ആദ്യം ചോദിച്ച ഈ അക്കാഡമി തമാശകൾ, അക്കാഡമി ചെയർമാൻ തമാശകൾ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞ് ചിരിച്ച് കാലം ഉണ്ടായിരുന്നു. അതായത് മെയ് 18 മുതൽ ഇങ്ങോട്ട് ഇത്തരം കോൺഗ്രസ്സിൽ കാണുന്ന കലാപരിപാടികളെക്കുറിച്ച് പരസ്പരം നമ്മൾ കുറേ സംസാരിച്ച ഒരുപക്ഷെ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പാർട്ടി വരികയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് സലീമേട്ടന് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ച കുറേ കാര്യങ്ങൾ. അത് പുറത്താരും അറിയേണ്ട കാര്യമല്ല. നമ്മൾ മാത്രം സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രതീക്ഷിക്കാത്തൊരു കാൻഡിഡേറ്റിൻ്റെ പേര് വന്നപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് സലീമേട്ടൻ കുറേ ചീത്ത പറയും ഒക്കെ ചെയ്ത കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒട്ടും വളരെ 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 അൺഎക്സ്പെക്റ്റഡായ ഒരു സാധനം സലീമേട്ടൻ്റെ യാത്ര. ഈ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ചർച്ചകളുടെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളുടെ സിനിമകളുടെ കാര്യവും വരുന്നത്. ഈ സലീം കുമാറിനെ കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അല്ലെങ്കിൽ വേറെ ആരുമില്ല എന്നുള്ള തോന്നൽ, അദ്ദേഹത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത് എന്നുള്ളൊരു ചോദ്യം തോന്നാറുണ്ട് താങ്കളുടെ സിനിമകളിൽ. കാരണം സലീമേട്ടൻ റിപ്ലേസ് ചെയ്യാറില്ലല്ലോ വേറെ എല്ലാ നടന്മാർക്കും. ഞാൻ പലപ്പോഴും തെറ്റാണ് പറയണേ, ക്ഷമിക്കണം. ഇപ്പോൾ നമുക്ക് ഇന്നസെൻറ്റിനെയോ അമ്പിളിച്ചേട്ടനെ പോലും വേണമെങ്കിൽ നമുക്ക് റിപ്ലേസ് ചെയ്യാം. സലീമേട്ടനെ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സലീമേട്ടൻ പറയുന്ന പോലെ ഡയലോഗ് ആർക്ക് പറയാൻ പറ്റും? അല്ല, സലീമേട്ടൻ്റെ കഥാപാത്രം ഇപ്പം ഞാനൊരു സലീമേട്ടൻ്റെ ഓരോ സിമ്പിൾ ജോക്കുകൾ ആലോചിച്ച് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് എത്രമാത്രം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഒരു ഇതിൽ, അയ്യോ ഈശ്വര ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ആലോചിക്കില്ലേ ഒരു സംഭവം, അയ്യോ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇത് പറഞ്ഞിരിക്കായിരുന്നു നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയൊക്കെ അത്തരം ഡയലോഗുകൾ പറയാനും, സലീമേട്ടൻ്റെ സീരിയസ് കഥാപാത്രങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, തമാശകളുടെ ഒരു ഭയങ്കര റേഞ്ച് ഓപ്പൺ അപ്പ് ചെയ്തൊരു വ്യക്തിയല്ലേ സലീമേട്ടൻ. അത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ടാലൻ്റാണ്. അത് നമുക്കൊന്നും റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ ഫിലിമോഗ്രഫിയിൽ ഇപ്പോൾ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന സിനിമ വിന്ററാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന, അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് അതിന്റെ ചർച്ചകൾ ഒരു കൾട്ട് പടമാണ്, ഇതിപ്പോ കാണുമ്പോൾ പേടിക്കുന്നു എന്നുള്ള പോസ്റ്റുകൾ താങ്കളും കണ്ടിട്ടുണ്ടാകും. ഞാൻ നിരവധി കണ്ടിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ എന്താ തോന്നുക? അന്ന് അംഗീകരിച്ചില്ല, ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നു. അംഗീകാരം തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായും. പിന്നെ നമ്മളന്ന് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും നമ്മുടെ മൂല്യം തകർന്നില്ല എന്നുള്ളതാണല്ലോ. നമ്മൾ ചില സിനിമകൾക്ക് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റോ ആണ്, മനസ്സിലല്ലേ? അത് വീണ്ടും അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കാണല്ലേ. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്തായാലും രവിവർമ്മയുടെ പെയിൻറ്റിങ് കണ്ടിട്ട് ആൾക്കാർ ഇന്നും പറയുന്നു അല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു ആർട്ട് വർക്കിനെ എന്താ പറയുക, മരണമില്ലാതെ എപ്പോഴും അവർ അതിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അന്ന് വിജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. ഇന്ന് അതിനേക്കാളും സന്തോഷമാണ്, ഇരട്ടി മധുരമാണ് അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നത്തെ ജനറേഷൻ്റെ ചിന്ത അന്ന് കൊണ്ടുവന്നു എന്ന് എവിടെ തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല സംഭവം എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ സിനിമ എടുത്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഭയന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് ഈ പറയും പോലെ ഒരു സിനിമയെക്കുറിച്ച് ആൾക്കാർ ഒരു നല്ലൊരു കമൻറ്റ് എഴുതാനായിട്ട് ഇന്ന് എത്രയോ പൈസ കൊടുത്ത് എഴുതിക്കുന്നു അല്ലേ. ഇന്ന് PR വേറെ രീതിയിലാണ്. അപ്പം ഒരു PR ഒന്നുമില്ലാതെ ആൾക്കാർ കണ്ടിങ്ങനെ പറയുമ്പോൾ അത് എത്ര കാലമായിരുന്നാലും ഇന്നല്ല എന്നായിരുന്നാലും ആ അംഗീകാരമാണ്. അല്ല, ഒരു കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഫസ്റ്റ് പടം അങ്ങനെ ഒരു ഹൊറർ മൂഡിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു, അയ്യോ വേറെ ഒരു രക്ഷയില്ലായിരുന്നു. അന്ന് ബഡ്ജറ്റില്ല. അതിൻ്റെ കഥ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വേറൊരു കഥ ഷൂട്ട് ചെയ്യാനാണ് രാമോജി ഫിലിം സിറ്റി പോകുന്നത്. അവിടെ വെച്ച് ആ പടം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രൊഡ്യൂസറിൻ്റെ തീരുമാനമാണ്. കാരണം അത്രമാത്രം എക്സ്പെൻസ് വരുന്നു. എൻ്റെ സിനിമാ സ്വപ്നം അവസാനിക്കുകയും, പക്ഷേ അതോടുകൂടി സിനിമയില്ല. അപ്പം ഞാൻ അന്ന് രാത്രി അദ്ദേഹത്തിനോട് ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞ് ഒരു കഥ അന്ന് രാത്രി ഉണ്ടാക്കുന്നത്. അതാണ് വിൻ്റർ. അല്ലാതെ എൻ്റെ സ്വപ്നമായിരുന്നില്ല ഒരു ഹൊറർ ചെയ്യണമെന്ന്. അപ്പോൾ ഈ കാസ്റ്റ് അസംബിൾ ചെയ്യുന്നത് ഇപ്പോൾ ജയറാമായിട്ടും അതൊക്കെ പിന്നെയാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഈ കാസ്റ്റിലേക്കൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഈ സലീം കുമാറിൻ്റെ കാര്യം പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ വന്നപ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു പ്രതിമ മാത്രമാണ് എന്നുള്ളൊരു രീതിയിലും വരുന്നുണ്ട്. സലീം കുമാർ അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് മാമുക്കോയുടെ മകൻ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ മീഡിയയോട് വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു അതൊക്കെ ഇങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരു സാഹചര്യമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഓരോ സർക്കാരിനും ഓരോ നിലപാടുകളാണ്, മനസ്സിലായില്ല. ആ നിലപാടിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരാം, പല അഭിപ്രായങ്ങൾ വരാം. ഇതെല്ലാം നമ്മൾ അവസാനം ഇതെന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി സർക്കാരിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അതെന്താണ് ഒരാളുടെ പേരിലൊരു മെമ്മോറിയൽ വരുമ്പോൾ
അത് സ്റ്റാച്യുവിൻ്റെ ആവണമെന്ന് എന്താണ് ഇത്ര വലിയ നിർബന്ധം, മനസ്സിലല്ലേ? അതൊരു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫിലിം പാർക്കായിരിക്കാം, ഒരു ലൈബ്രറി ആയിരിക്കാം, എന്ത് വേണം ആവാമല്ലോ, ഒരു മെമ്മോറിയൽ വരുന്നു എന്നല്ലേ പറഞ്ഞോളൂ. അല്ല 1.5 കോടി രൂപയുടെ ഒരു സ്റ്റാച്യു വരുന്നുണ്ട്, അവിടെ ഒരു മ്യൂസിയം ആക്കുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. സോ അത് നമ്മളെ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് വരുമ്പോഴത്തേക്ക്, കാരണം ഞാൻ ഈ മിനിസ്ട്രിയോട് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ കുറേ പോപ്പുലിസ്റ്റ് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയുന്നതല്ല. ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്രോജക്റ്റൊക്കെ എനിക്ക് ശ്രീ വി ഡി സതീശൻ സാറിൻ്റെ രീതികൾ അറിയാമെന്നുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ വളരെ പോളിസി പ്രകാരം സ്റ്റഡീഡായിട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോഫാർ അങ്ങനെ തന്നെയാണ് ആ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇതെല്ലാം അങ്ങനെ ഒരു എന്താ പറയുക ആരാധനാമൂർത്തി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാം പുള്ളിക്കാരൻ സ്റ്റഡീഡായിട്ട് പോളിസി ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചുമ്മാ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. നിങ്ങളൊരു പോളിസി ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രപ്പോസലായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തിരിച്ച് പറയും. അപ്പോൾ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചുമ്മാ കയറി പറയുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പൂക്കി സിഎം എന്നൊരു ടാഗ്ലൈനൊക്കെ കിട്ടിയത് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഈ പൊളിറ്റിക്സിൽ അന്നൊന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുകുട്ടിയെ കണ്ട് അവൻ്റെ ഒരു കുസൃതി കണ്ടപ്പോൾ തോന്നിയൊരു മുഖഭാവമാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 വർഷം ചിരിക്കാത്തൊരു മുഖ്യമന്ത്രിയിൽ നിന്നും ചിരിക്കുന്ന വളരെ പ്ലസൻ്റായ ഒരു മുഖ്യമന്ത്രിയെ പെട്ടെന്ന് കണ്ടപ്പോൾ ജനതക്കാരൻ കുറേ പ്രാവശ്യം മഴ പെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് വെയിൽ വരുമ്പോൾ ഒരു സന്തോഷം വരില്ലേ, ആ സന്തോഷം പോലെ ഇതിനെ ആൾക്കാർ വെൽക്കം ചെയ്തു എന്നുള്ളത്. ഒരു ഭയങ്കര വെൽക്കമിങ് ആയ ഒരു പ്ലസൻ്റായ യങ്ങായ ഒരു CM, മനസ്സിലല്ലേ? കുറച്ചുകൂടി ഫയർ ഉള്ളൊരു വ്യക്തി. അപ്പോൾ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആണ്. ഉറപ്പായും. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസ് എല്ലായിടത്തും ഇന്ന് മുഖ്യമന്ത്രി ചിരിച്ചില്ലെങ്കിൽ അതെന്താ മുഖ്യമന്ത്രി ചിരിക്കാത്തതെന്ന് പറയും, ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരും. എന്നും അദ്ദേഹത്തിന് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് തോന്നുന്ന അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഇനി കാര്യങ്ങൾ ഈ പോപ്പുലിസ്റ്റ്, അതായത് ജനങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള സംഭവങ്ങളിൽ നിന്ന് മാറി ആ സ്പേസ് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇനിയുള്ള സംഭവം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ആണ്, മനസ്സിലായി? അതിന് കുറച്ചും കൂടെ സമയം വേണം. ഇപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഞാൻ പറയില്ല, ഇപ്പം നമ്മൾ പറയുമ്പോൾ ചലച്ചിത്ര അക്കാദമി മുതൽ ഒന്നിനും തന്നെ ഒരു നാഥനില്ല കളരിയായിട്ട് പലയിടത്തും നിൽക്കുകയാണ്. അതെല്ലാം ഒന്ന് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഭരണത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി. എനിക്കൊന്ന് ഒരു വർഷം എടുക്കും ബിഫോർ നമ്മളൊരു എന്താ പറയുക ഇതിനൊക്കെ മാർക്കറ്റ് തുടങ്ങാനായിട്ട് മിനിമം ഒരു വർഷമെങ്കിലും വേണം. അല്ല ഇപ്പം കയറിയിട്ട് എന്ത് പറഞ്ഞാലും നമുക്ക് ഹ്യൂമൻലി ഇമ്പോസിബിൾ അല്ലേ ഒരു കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഭരണം മാറി എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് കിട്ടുമ്പോൾ കപ്പ് വീട്ടിൽ കൊണ്ടുപോകുന്നതല്ലല്ലോ. പല കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് ഇടപെടൽ നടത്തി അതിന് ശക്തി. പക്ഷേ ഇപ്പോൾ പറയും പോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നില്ലേ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം. എല്ലാ പാർട്ടിക്കാരും വിചാരിച്ചത് 100% പരാജയപ്പെടുന്നു, പക്ഷെ അത് പ്രഖ്യാപനമാക്കിയില്ലേ. അപ്പം അതുപോലെ അത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലേ നമ്മൾ നോക്കേണ്ടുള്ളൂ. ഈ പ്രിയദർശിനിയുടെ കാര്യത്തിൽ തന്നെ 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. ഒന്ന്, ഏർണിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ വില്ലിംഗ് ആയിട്ട് പേ ചെയ്യാനാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എന്നാൽ മന്ത്രി CP ജോണിന്റെ വാക്കുകൾ പ്രകാരം അങ്ങനെ ആവശ്യമില്ല, അതെന്ത് വന്നാലും അത് സർക്കാർ KSRTCക്ക് പണം നൽകുമെന്നുള്ളത് തന്നെയാണല്ലോ. ഈ 2 നിലപാടുകൾ പ്രതീക്ഷിച്ചിരുന്നതാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ താങ്കളെ പോലുള്ള കോൺഗ്രസ്? അല്ല, കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത് മാത്രമല്ല, പല രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഞാനിത് ഐഡിയലി കാണുന്നത്, ഇപ്പം എനിക്കും ചില ബിസിനസ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സ്ത്രീകൾ കിട്ടുന്ന അമിതമായ പൈസ, അല്ലെങ്കിൽ അവർ സേവ് ചെയ്യുന്ന പൈസ വീട്ടിലേക്കും കുടുംബത്തിലേക്കും ആണ് പോകുന്നത്, മനസ്സിലല്ലേ? അത് ഒരിക്കലും ഒരു സിഗരറ്റ് ഷോപ്പിലോ കള്ള് ഷോപ്പിലോ അല്ലെങ്കിൽ അവർ തട്ടുകടയിൽ പോലും പോകത്തില്ല. അവർ ചുരുക്കി പോക്കറ്റിൽ വെച്ച്. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള സ്ഥാപനത്തിലൊക്കെ അവർക്കൊരു ചായക്ക് കൊടുക്കാൻ ഒരു പൈസയുണ്ട്. ആ പൈസ പോലും ചായ കുടിക്കാതെ പോക്കറ്റ് ഇട്ട് വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിന് പാല് വാങ്ങിച്ചു കൊടുക്കുക, ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇത്രയും പോലും ചെയ്താൽ പോരാ എന്ന് പറയുന്നത്. കാരണം സ്ത്രീകൾ വളരുമ്പോഴേ സ്ത്രീകൾക്ക് എക്കോണമിക് ഫ്രീഡം ഉള്ളപ്പോൾ മാത്രമേ ഒരു നാട് നന്നാവത്തുള്ളൂ. ഞാനൊരു ഫെമിനിസ്റ്റായിട്ട് സംസാരിക്കില്ല. സ്ത്രീകൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. അതിൽ ഒരു കുറവ് വന്നിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങൾ വന്നാലും മൈൻഡ് ചെയ്തത്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂക്ലിയസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ വീട്ടമ്മയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരിലായിരിക്കണം ഏത് ഭരണകൂടത്തിൻ്റെയും ഫോക്കസ്. കാരണം അവർ ചെയ്യുന്ന ജോലി, സെൽഫ്ലെസ് ആയിട്ടുള്ള സാക്രിഫൈസ് വേറെ ആർക്കും, നമ്മൾ പറയും നമ്മുടെ അമ്മമാർ ചെയ്യുന്ന സെൽഫ്ലെസ് സാക്രിഫൈസ് വേറെ ആരെങ്കിലും ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ? അതുപോലെ തന്നെയാണ്. അതിപ്പോൾ പ്രിയദർശിനിയാണെങ്കിലും ഇനിയും എന്ത് വെൽഫെയർ സ്കീമാണെങ്കിലും സ്ത്രീകളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വഴി ആ ഗവൺമെൻറ് അതിൻ്റെ ഗുണവും നന്മയും ഉണ്ടാകുന്നുള്ളൂ. ഇനി റിവേഴ്സ് എക്കോണമി ഉണ്ട്. സ്ത്രീകളുടെ ഈ സാധനം ചുമ്മാ കൊണ്ടുപോയി അവർ കളയല്ലല്ലോ,
തിരിച്ച് മാർക്കറ്റിലേക്ക് ഈ സാധനം വരികയല്ലേ. ഉം. പൈസ എന്ന് പറയുന്ന ഒരു ലാർജർ ഒരു മൈക്രോ അല്ല മാക്രോ ലെവലിൽ നമ്മൾ ഈ എക്കണോമിക്സിനെ കാണുകയാണെങ്കിൽ ഈ പൈസ മുഴുവൻ മാർക്കറ്റിലേക്ക് വീണ്ടും വരികയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭീകരമായ നഷ്ടം ഉണ്ടല്ലോ സർക്കാരിന്റെ ഖജനാവിനെ സംബന്ധിച്ച്. ഞാൻ അതാണ് പറഞ്ഞത്, മാക്രോ ലെവലിൽ ഈ എക്കണോമിക്സിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ശ്രീ CP ജോണും ശ്രീ VD സതീശനും ഇതിനെ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. കാരണം അവരിതിന് കാണുന്നത് ബസ്സിൽ നിന്ന് ഇത്ര രൂപ നഷ്ടം അല്ല. എക്കോണമി എങ്ങനെയാണ്, ബസ്സിൽ നിന്ന് മാത്രമാണോ? ബാക്കി എല്ലായിടത്തും ഈ എക്കോണമി ഫ്ലൂയിഡായിട്ട് ഗ്രോ ചെയ്യല്ലേ, എക്സ്പാൻഡ് ചെയ്യല്ലേ. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഉൾപ്പെടെ വലിയൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. അവരെ സർക്കാരിനൊപ്പം ചേർക്കുമെന്നാണ് VD സതീശൻ പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പോവുമല്ലോ. ഞാൻ പറയണത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പ്രഖ്യാപനമായിട്ടുള്ളേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ പ്രഖ്യാപനത്തിന് മുമ്പ് ഞാൻ അതിനെതിരെ അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. അവരാ പ്രഖ്യാപനം വരുമ്പോൾ അതിനും ഒരു ഞാൻ പറഞ്ഞ വിമർശനവും ഉണ്ടാവും, അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ അതൊക്കെ നോക്കുമ്പോഴും കുറേ കുറവുകളും വിമർശനവും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് ഈ കൊടുക്കുന്ന ഈ ഒരു ഫ്രീബീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അനുകൂലം എന്ന് പറയുന്ന ഒരു ഭയങ്കര നല്ല എന്താ പറയാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പോളിസി ആയിട്ട് തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പൊസിഷനിൽ പേര് കേൾക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ട് 2 മാസത്തോളം പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്കാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും അവിടെയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരിക എന്നുള്ളത് സംബന്ധിച്ച്. നിലവിലുള്ള പോക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേക്കിലാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഇതിന് മുന്നേ വെച്ചിട്ട് നമ്മളൊന്ന് വിലയിരുത്തുമല്ലോ എങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ പൊസിഷനിങ് അല്ലെങ്കിൽ നിലവിൽ പോകുന്നൊരു സ്ട്രാറ്റജി എന്നത്. വാട്ട് ഈസ് യുവർ പ്ലാൻ ഇഫ് യു കം? ഞാൻ പൊസിഷനെ വെക്കേണ്ട, അല്ലാതെ ചോദിച്ചു ചലച്ചിത്ര അക്കാദമിയിൽ വരുത്താൻ കഴിയുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. അതിനൊന്നും നമ്മൾ മുന്നേ ഒരു പ്ലാനുമായിട്ട് പോകേണ്ട ഒരു സ്ഥലമല്ല. നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും നമ്മൾ മുന്നേ ഒരു വലിയ പ്ലാനിട്ട് ഞാൻ അത് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്ഥലം ഏത് സ്ഥലത്താണെങ്കിലും അക്കാഡമിയോ KSFDCയോ അല്ലെങ്കിൽ എന്ത് സംഘടനയിലാണെങ്കിലും നാളെ വേറെ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നതെങ്കിലും ആ ജോലി എന്താണെന്ന് അതിനകത്ത് കയറി മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ വീരവാദം പറഞ്ഞിട്ട് അവിടെ ചെന്ന് മണ്ടനാവരുത്. മനസ്സിലല്ലേ? നമ്മൾ ആദ്യം അവിടെ മനസ്സിലാക്കണം അവരുടെ എന്താണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത് മുഴുവൻ അതിനകത്ത് കയറി മനസ്സിലാക്കിയിട്ട് മാത്രമേ തീരുമാനങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലല്ലേ? കാരണം എൻ്റെ മുന്നിൽ കയറി അല്ലെങ്കിൽ ഇതിന് മുന്നിൽ പോയിട്ടുള്ള ആൾക്കാരുടെയും അവർ ഇൻറ്റൻറ്റ് വളരെ കറക്റ്റായിരിക്കും അല്ലേ. ആരും ഈ ഒരു സംഘടന മോശമാക്കണമെന്ന് അവിടെ ചെന്ന് കയറത്തില്ലല്ലോ. എല്ലാവരും അവർ ചെയ്യുന്ന ജോലി നന്നാവണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരും ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നല്ലതായിരിക്കും. ഇനി വരുന്നവരുടെ ആശയങ്ങളും നല്ലത് തന്നെയായിരിക്കും. മനസ്സിലായി? അത് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതും ശരിയല്ല. നമ്മളെ എല്ലാം പറയുമ്പോഴും ഞാൻ സിനിമാക്കാരൻ എന്നതിനുപരി ഒരു ഡിസിപ്ലിൻ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ആ ഡിസിപ്ലിൻ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വളരെ സൂക്ഷിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അല്ല, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഞാനത് നോക്കുമായിരുന്നു. KSFTCയുടെ നിർമ്മാണ പദ്ധതി സ്തംഭനാവസ്ഥയിൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 2022-23 ശേഷം അപേക്ഷകളൊന്നും തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടാണ്, വിവരാവകാശം കിട്ടിയ റിപ്പോർട്ടാണ്. ആ KSFTCയുടെ നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോൾ 23 ശേഷം ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരു വലിയൊരു ഞാൻ ഓഫ് റെക്കോർഡൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയണേ, സിനിമ ഇൻഡസ്ട്രി വളരെ ഒരു ചലഞ്ചിങ് സ്പേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ലേ? ഒരു റിയാലിറ്റിയാണ്. ഞാനിത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മൾ ഒന്നും രാഷ്ട്രീയമോ അല്ലെങ്കിൽ പദവികളോ ഒന്നും നോക്കാതെ നമ്മളൊരു കാര്യം വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി പഴയ സിനിമ ഇൻഡസ്ട്രി മുഴുവനായിട്ട് മാറി. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. നമ്മളിത് മനസ്സിലാക്കി എങ്ങനെ എല്ലാ രീതിയിലും. ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ സ്റ്റീൻബെഗിൽ എഡിറ്റിംഗ് കണ്ട ആളാണ്, മൂവിയോളിൽ എഡിറ്റിംഗ് കണ്ട ആളാണ്. മനസ്സിലല്ലേ? സൗണ്ട് മറ്റേ നമ്മുടെ എന്താ പറയാനായിട്ട് റീലിട്ട് സൗണ്ട് ഡബ് ചെയ്യുന്ന കണ്ട് ഞാൻ സിനിമയിൽ വരുമ്പോൾ അത് അപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും ഡിജിറ്റലൈസ് ചെയ്തു, എല്ലാം ഡിജിറ്റൈസ്ഡായി പല കാര്യങ്ങളും. അപ്പം പല കാര്യങ്ങൾക്കും ഇപ്പം നമ്മുടെ ഈ വലിയ സ്പേസോ വലിയ സ്റ്റുഡിയോയോ ഒന്നും തന്നെ വേണ്ടാത്തൊരു കാലഘട്ടമാണ്. ഞാനൊരു സിനിമ ചെയ്തത് മുഴുവൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനകത്തിരുന്നുകൊണ്ടാണ്. മനസ്സിലല്ലേ? അവിടെ തന്നെ ആൾക്കാർ വന്നിരുന്ന് മ്യൂസിക് ചെയ്യും. മനസ്സിലല്ലേ? അവിടെ തന്നെ ചില കാര്യങ്ങൾ ഇത് മറ്റേ എന്താ പറയുക ക്രോമ സ്ക്രീൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ, അങ്ങനെയൊക്കെ എല്ലാം തന്നെ ഭയങ്കര കോമ്പാക്റ്റായി ഇപ്പം. അപ്പം പണ്ട് KSFDCയുടെ ഒരു നറേറ്റീവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വാസ്റ്റ് സ്റ്റുഡിയോസ്, വാസ്റ്റ് സ്പേസസ്, ഇതൊന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിലാണ്. മാത്രമല്ല, നിങ്ങൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കാലിക്കറ്റ്, തൃശ്ശൂർ ഇത്രയെടുത്ത് ചെറിയ സ്റ്റുഡിയോകളുണ്ട്. ഇതെല്ലാം പ്രോപ്പർലി പ്രൊഫഷണലൈസ് സ്റ്റുഡിയോസാണ്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നതെന്നൊരു ചോദ്യമുണ്ട്.
മനസ്സിലായോ? അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്ഗ്രഡേഷൻ കുറച്ചും കൂടെ സെൻസിബിളായിട്ടുള്ള അപ്ഗ്രഡേഷനാണ് ഇനി വേണ്ടത്. പണ്ടത്തെ പോലെ ഒരു സ്റ്റുഡിയോ അങ്ങ് ഓപ്പൺ ചെയ്യല്ല, മനസ്സിലല്ലേ? ആ സ്റ്റുഡിയോയുടെ ആവശ്യം എന്താണ്? അതിവിടെ വർക്കൗട്ട് ആവുമോ? അല്ലെങ്കിൽ ചുമ്മാ ഇനിയൊരു മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 10 കോടിയും കൂടെ കൊണ്ടിട്ടിട്ട് വീണ്ടും ആരും അങ്ങോട്ട് വരാത്തൊരവസ്ഥയാണോ? അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ സെൻസിബിളി എക്കോണമി കുറച്ചും കൂടെ മനസ്സിലാക്കി, ഇതിൻ്റെ ഒരു ഫിനാൻസ് മനസ്സിലാക്കി, മാർക്കറ്റിങ്ങും ബിസിനസ്സും മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നഷ്ടമാണ്. അക്കാഡമി പോലും വളരെ സെൻസിബിളായി, ഇതൊക്കെ ഒരു വെൽഫെയർ മെഷറിൻ്റെ ഭാഗമായിട്ടാണ് അക്കാഡമിയൊക്കെ പോകുന്നത്. ഇതൊന്നും മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് അല്ല, മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യണമെന്ന് നമ്മളൊരു ചിന്ത നമ്മുടെ കയ്യിൽ വേണം. ചുമ്മാ സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടി ഇത്രയും രൂപ അങ്ങ് അടിച്ചു തീർത്ത് ഒരു വർഷത്തേക്ക് കളയാം, ഇറ്റ്സ് എ വെൽഫെയർ സ്കീം, ആരും ചോദിക്കാനില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇനി നമ്മുടെ ഗവൺമെൻറ് പോകാൻ പാടില്ല. അതാണ് ശ്രീ പി സി വിഷ്ണുനാഥിൻ്റെയും ശ്രീ വി ഡി സതീശൻ്റെ ഒക്കെ മൈൻഡ് സെറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷെ പ്രൊഡക്ഷന്റെ എണ്ണം കുറയുന്നത് അതാണല്ലോ പ്രശ്നം. അതായത് എന്തുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നേരത്തെ വരുന്ന സിനിമകൾക്കൊക്കെ ഇപ്പോൾ വനിതാ സംവിധായകർക്ക് ഉൾപ്പെടെ സിനിമകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇപ്പം അതുമില്ല. അല്ല, അതാണ് ഞാൻ പറയുന്നത്. സിനിമയ്ക്ക് ഇതിന് ചുമ്മാ വെൽഫെയർ സ്കീം, റൈറ്റ്? അപ്പോൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീ സംവിധായകരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ഭാഗമായി. സംവിധായകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ സിനിമ ഇൻഡസ്ട്രിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ബസ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, നാളെ നിരത്തുകളിൽ ബസ്സില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ സിനിമ ഇൻഡസ്ട്രി സിനിമ സസ്റ്റെയിൻ ചെയ്യല്ല. സിനിമ ഒരു പരിധിവരെ അതിൻ്റെ ഒരു റൂട്ട് മാറി ട്രാൻസ്ഫോം ചെയ്തു. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. നാളെ ഇപ്പം നമ്മൾ പറയുന്നത് നമുക്കൊരു മെട്രോ ഉണ്ട്, ഫുൾ ലൈനായിട്ട് തൃശ്ശൂർ ഒരു മെട്രോ ഉണ്ട്, റോഡുകളിൽ കൂടി ബസ് ഇപ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പം നമ്മൾ കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു വെൽഫെയർ മെഷറായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അപ്പോൾ ഈ മെട്രോയ്ക്ക് ഇനി അത് ഉപയോഗിക്കണം, അല്ലേ, ആ ടിക്കറ്റ്സ്, എന്നാൽ മാത്രമേ സ്കീമായിട്ട് വരത്തുള്ളൂ. അതുപോലെ സിനിമ മാറിക്കഴിഞ്ഞ് ഈ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ ഉൾക്കൊണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അതിനോട് ഞാൻ 100% വിയോജിപ്പോ എനിക്കുണ്ട്. കാരണം ഇങ്ങനെയല്ല നമ്മുടെ ഒരു എന്തായിരുന്നു പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയല്ല ഇത്. ഇപ്പോഴത്തെ ഈ കാലം മാറി എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പുൽമേടുകളുണ്ട്, അമ്പലങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോൾ സീരിയലിന് മാത്രം യൂസ് ചെയ്യാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഉണ്ട്, രാജേഷിന്. അപ്പം അതൊക്കെ ഏറ്റവും വലിയ സെറ്റ് ഇടുന്നു. പക്ഷേ നമ്മുടെ പണ്ടത്തെ ആ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. പണ്ട് കണ്ടിട്ടില്ല 80കളിലെ എല്ലാ സിനിമകളിലും ആ ചിത്രാഞ്ജലിയിൽ ഒരു സ്ഥലത്ത് ഒരു ട്രാക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ആവശ്യമൊന്നും ഇപ്പോഴില്ല. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? നമുക്ക് ഇത്രയും വലിയൊരു സ്റ്റുഡിയോ വേണം. ഈ ചിത്രാഞ്ജലി നടക്കുന്ന എല്ലാ സാധനവും കൂടെ ഒരൊറ്റ ബിൽഡിങ്ങിൽ നടക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സ്റ്റുഡിയോയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മിക്സിങ്, DA അല്ലേ, ഈ എഡിറ്റിംഗ്, ഡബ്ബിങ്, ഇതെല്ലാം കൂടെ 4 ഫ്ലോറിനകത്ത് ഒറ്റ സംഭവത്തിൽ ഇനി 2 സ്റ്റുഡിയോ എക്സ്ട്രാ വെച്ചിരുന്നാലും നടത്തിക്കൊണ്ട് പോകുന്നുള്ള അവസ്ഥയിൽ നമ്മൾ എന്തിനാ ഇത്രയും സ്പേസ് ഇങ്ങനെ ഇത്രയും യൂസ് ചെയ്യുന്നു? അന്നത്തെ കാലത്തിൽ അത് ആവശ്യമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ മോഡേണൈസേഷൻ എന്ന് പറയുമ്പം അതും തോട്ട്ഫുള്ളി ചെയ്യണം. സോ ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് തിങ്. ദെൻ അക്കാഡമി എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് സിനിമയുടെ 3000 ഈ സിനിമകളെല്ലാം തന്നെ ഇന്ന് ഈസിലി അവൈലബിൾ ആണ് യൂട്യൂബിൽ എല്ലായിടത്തും. അപ്പോൾ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലായിട്ട് മാത്രം നിലനിൽക്കുകയും, മനസ്സിലല്ലേ, അതിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ ജനറേഷണൽ ഷിഫ്റ്റ് നടന്ന രീതിയിലേക്ക് ഈ ഫെസ്റ്റിവലും ഈ അക്കാഡമിയും എല്ലാം ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്യണ്ടേ, അല്ലേ? അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഫോർവേഡ് തിങ്കിങ് വേണം. നമ്മളിപ്പോൾ ഇന്നത്തെ കാലം 2026 അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, 2031 ആലോചിച്ച് കഴിഞ്ഞാലേ 2026 സൊല്യൂഷൻ നമുക്കുണ്ടാകത്തുള്ളൂ. നമ്മളെന്താ ചിന്തിക്കുന്നത്? 2020 കാര്യം 2026 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം പിറകോട്ടാണ്, അല്ലെങ്കിൽ ഒരു 25 വർഷം പിറകോട്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയും നമുക്ക് മോഡേണൈസേഷൻ ചെയ്യണോ, അത് ചെയ്യണം, സർക്കാരിൻ്റെ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചിങ്ങോട്ട്. അതല്ല കാര്യം. ഇതിനൊരു പോളിസി ഉണ്ടാവണം. വാട്ട് ഇസ് റവന്യൂ ജനറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ദിസ് അൾട്ടിമേറ്റ്ലി വെൽഫെയർ ഇസ് ദെയർ. ഈ വെൽഫെയറിൻ്റെ ഒരു 10% 30% വെൽഫെയർ ആയിക്കോട്ടെ, ബട്ട് 70% ഇതിനൊരു റിക്കവറി വേണ്ടേ? ആ റിക്കവറിക്ക് സ്പേസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമ, അല്ലേ? നമ്മളിപ്പോഴും വ്യവസായമായിട്ട് പറഞ്ഞു, ക്ഷേമ പെൻഷൻ അല്ല സിനിമ ചെയ്യുന്ന, ക്ഷേമ പെൻഷൻ അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി നിലനിർത്താൻ വേണ്ടിയുള്ള വെൽഫെയർ പ്രോസസ്സാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ പൈസ ഉണ്ടാവണം, മനസ്സിലല്ലേ? ഈ സർക്കാർ തിയേറ്ററുകളുടെ കാര്യം കൂടി ഒന്ന് സംസാരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അതായത് പ്രധാനമായും KSFDC തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല സിനിമകളും സർക്കാർ തിയേറ്ററുകളിൽ പോലും അധിക ഷോസ് കളിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്.
വൈ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ സ്വാഭാവികമായിട്ട് ഉയരും. കാരണം അതുപോലെ ബഡ്ജറ്റിൽ ഇറക്കുന്ന സിനിമകൾ മറ്റ് തിയേറ്ററുകൾ പ്രദർശിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും മടിക്കും. അതൊരു റിയാലിറ്റിയാണ്. അവർക്ക് വേറെ വലിയ ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോൾ അവർ, പക്ഷേ KSFDC തിയേറ്റേഴ്സ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ എടുക്കുന്ന ഷോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഷോ ആയിരിക്കും, ഒരു ദിവസത്തിൽ ഒരു ഷോ ആയിരിക്കും, ഒന്നുകിൽ 2:30 അല്ലെങ്കിൽ ഒരു 11 മണി, അതും വർക്കിംഗ് ഡേയ്സിൽ ആളുകൾ കയറില്ല. ഞാൻ പറയുന്നത് അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ? ഭയങ്കര കമേഴ്ഷ്യലായി എല്ലാ കാര്യങ്ങളും, മനസ്സിലല്ലേ? പണ്ടത്തെ പോലെ ഈ ഒരു പൊതുമേഖലാ സ്വഭാവം ഇന്ന് സിനിമയ്ക്കോ സിനിമാ തിയേറ്ററുകൾക്കോ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇന്ന് ചോയ്സ് ആണല്ലേ. താങ്കളും ഞാനും എല്ലാം ഇന്ന് വേറൊരു എക്കോണമിയുടെ ഭാഗമാണ്. ദ എക്കോണമി വെയർ യുവർ ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ചൂസ് വാട്ട് യു വോണ്ട്, യു ക്യാൻ ചൂസ് വാട്ട് യു സ്പെൻഡ് ഫോർ, അല്ലേ? അപ്പം ആ ചൂസിങ് എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ഇപ്പോൾ KSFDC ഒരു സിനിമ നടക്കുന്നതുകൊണ്ട് പോയി കാണണമെന്ന് എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് KSFDCക്ക് എടുക്കാമല്ലോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അല്ല, എടുത്തിരുന്നാൽ ഞാൻ അവിടെ പറയുന്നത് കാലഘട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പോരുന്ന സ്ഥലമാണ്. ഇപ്പം ഞാൻ റീസെൻറ്റ് എക്സാമ്പിൾ പറഞ്ഞു, ബാലൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, എല്ലാവരും പോയി കാണുന്നുണ്ട്. അതൊരു KSFDC ഇനിഷ്യേറ്റീവ് ആയിരുന്നെങ്കിൽ, അല്ലേ, ഒരു പേരുണ്ടാവും. അപ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റി, സിനിമയുടെ സക്സസ്സും KSFDCക്ക് ഒരിക്കലും ഗേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത്രയും ബഡ്ജറ്റ് KSFDC മുടക്കില്ല എന്നുള്ളതാണല്ലോ അല്ല, ഞാൻ പറയുന്നത് ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ എത്രയോ സിനിമകൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ സിനിമ 70 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സിനിമയാണ്. എത്ര രൂപയാണ് കളക്ട് ചെയ്തത്? അത് OTT റിലീസ് അല്ല, ഞാൻ പറഞ്ഞത് ജനറലി അതിൻ്റെ ഒരു അപ്രീസിയേഷൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഒരിക്കലും ബഡ്ജറ്റല്ല കേട്ടോ. ആ ബഡ്ജറ്റിനകത്തുള്ള തോട്ട്സ് വരിക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. സോ ഫിൽട്രേഷൻ ഹാസ് ടു ഹാപ്പൻ എന്നാണോ? ഫിൽട്രേഷൻ അല്ല, ഇതിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും നമുക്ക് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ബട്ട് ദർ ഹാസ് ടു ബി ഒരു 1 ഇയർ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം, വൈ KSFDC ആൻഡ് ചലച്ചിത്ര അക്കാദമി എന്നുള്ള ക്ലിയർ ഡെഫിനിഷൻ പോലും പലർക്കും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവണം, മനസ്സിലല്ലേ? അതൊരു പ്രൊഡക്ഷൻ കമേഴ്ഷ്യൽ യൂണിറ്റ് ആണെന്നും ഇതൊരു വെൽഫെയർ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള വേർതിരിവ് പോലും പലർക്കും തിരിച്ചറിയാത്തൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഞാൻ പറഞ്ഞില്ലേ, യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്, യു ഹാവ് ടു ബ്രിങ് അബൌട്ട് എ പോളിസി, യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അല്ലാതെ ഞാൻ ഇപ്പം നിങ്ങൾ ചെയർമാനായി എന്ത് ചെയ്യും? ഞാനൊരു സ്ഥിരം വേദി ഉണ്ടാക്കും, അതൊന്നുമല്ല. യു ഹാവ് ടു സ്റ്റഡി. ഇത് മനസ്സിലാക്കുക. 2031 ഞാനിത് എങ്ങനെ എത്തിക്കണം, അല്ലെങ്കിൽ നമ്മളിതിനെ എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു ബ്രോഡ് പ്ലാൻ ഉണ്ടാവാതെ നമ്മൾ അവിടെ ചെന്ന് ആ കസേരയിൽ ഇരിക്കുന്നതിനോട് ഞാനോ ആരിയ്ക്കുന്നതിനോടും ഇനി യോജിപ്പില്ല. സോ വി ഷുഡ് ഫൈൻഡ്, അപ്പം ഞാൻ നേരത്തെ ചെയർമാൻ്റെ കാര്യം ചോദിച്ചാൽ, വി ഷുഡ് ഫൈൻഡ് അത്ര കോമ്പിറ്റൻ്റ് ആയിട്ടൊരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവിടെ വരണം. ആൻഡ് ദർ ഷുഡ് ബി എ ടീം, ദർ ഷുഡ് ബി എ ഗുഡ് ടീം. ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് നമ്മൾ പറയത്തില്ലേ, പഴയ സാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും പോകുന്നു, പേരിനെല്ലാം ഉണ്ടാവും എന്ന് പറയുന്നൊരു സംഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഒരു സംഭവം. അങ്ങനെ ഒരു വിഷൻ നടത്താൻ പറ്റുന്ന ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ വിഷൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ബാറിങ് പൊളിറ്റിക്സ്, ഞാൻ പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാവണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷേ സംബഡി ഹു ക്യാൻ റിയലി ഡൂ ദിസ് ജോബ് വെൽ. അവിടെയാണ് ഞാൻ വരുന്നൊരു സംഘടന പ്രൊഫഷണൽ കോൺഗ്രസ് ആണ്. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഉള്ള സ്ഥലങ്ങളാണ്. സോ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അക്കാഡമീഷ്യൻ, നമ്മളൊക്കെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ പൊളിറ്റിക്സ് വളർന്നുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം പോളിസിയും പ്രൊഫഷൻസുമാണ്. കാരണം അതിലേ കാര്യമുള്ളൂ. നമ്മൾ അത്ര പഠിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്സ് പലപ്പോഴും ഫെയിൽ ചെയ്യുന്നത്. റെഡ് ടേപ്സും കാലഹരണപ്പെട്ട തോട്ട്സും അതിലൊന്നുമില്ല. ഇന്ന് എന്ത് ചെയ്യാം, ഇന്നിങ്ങനെ ചെയ്യാം, ഇന്നിവിടെ ചെയ്യാം, ഇന്നിവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പറയുമ്പോൾ പെട്ടെന്ന് ഒരു ബോർഡ് വയ്ക്കുന്നു, ഒരു മാല ഇടുന്നു, ഫോട്ടോ ഇടുന്നു, ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു. ഗവൺമെൻറ് എത്ര രൂപ പോയി? 1.5 ലക്ഷം രൂപ പോയി. ശരി, ക്ലിയർ. അതല്ലല്ലോ, ആ ചെയ്ത സാധനം കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് വരാൻ അക്കാഡമിയും KSFDCയും ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതിൻ്റെ കൂട്ടത്തിൽ പറയണേ, ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള ചില പ്രൊഡ്യൂസേഴ്സും എല്ലാം മുൻകൈ എടുത്ത് നടത്തിയ സാധനമാണ്. അവരിപ്പോഴും പൊളിറ്റിക്സിലില്ലെങ്കിലും അതിൻ്റെ പിറകെ ഇപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ ശ്രീ രഞ്ജിത്തേട്ടൻ, ആൻഡോ ജോസഫ്, പിന്നെ സുരേഷ് കുമാർ, ഇങ്ങനെയുള്ള സുരേഷ് കുമാർ, അങ്ങനെയുള്ളവർ അവർ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം അത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അവരോട് പൊളിറ്റിക്സ് അല്ല. അവർ ആ പ്രോജക്റ്റ് വ്യക്തമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ ഇൻറ്റൻഷനായിട്ട് പോകുന്ന ആൾക്കാരാണ്. സോ ലൈക്ക് ദാറ്റ് ആൾക്കാർ വരണം. എൻ്റെ ഈ പൊസിഷൻ ആവരുത് ഒരിക്കലും. അതല്ല നേരത്തെ ചോദിച്ചു ആഹ്ലാദം ഉണ്ടായിട്ടുണ്ട് സ്വപ്നം. അല്ല, സ്വപ്നമൊന്നുമല്ല.
മേജർ ജോബാണ്. ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പൊതുനിരത്തിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഫെയിലിയറാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും മുന്നേ ഉണ്ടായിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ പലരും വന്ന് ഇരുന്ന കസേരയാണത്. അറ്റ്ലീസ്റ്റ് സിനിമ ഫോളോ ചെയ്യുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ. ഞാൻ പറഞ്ഞ IFFK മാത്രം ഫോളോ ചെയ്യുന്നവരല്ല. ഇതുപോലെ ഇതിനെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാകും, പക്ഷെ ഇതെങ്ങനെ അവരിലേക്ക് എത്തിക്കണമെന്ന് അറിയാത്ത ആളുണ്ട്. പക്ഷെ പരിചയസമ്പന്നരായ ആളുകൾ അവിടെ എത്തി ഫെയിലായി പോകുന്നതും കൺമുന്നിലുണ്ടായിരുന്ന കാഴ്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പേരൊരു പ്രോമിനൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേരിന് വേണ്ടി പറയുന്നു. അതൊരു എന്താ പറയുക, മാർക്കറ്റിംഗ് സ്റ്റാറ്റിക്സ് മാത്രമായിട്ട് കാണുക. പക്ഷേ ഇതിനകത്ത് പ്രോപ്പറായിട്ടൊരു ജോബ് ഓറിയൻറ്റേഷൻ സംഭവമുണ്ട്. നമുക്കൊരു ഒരു 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 സ്കില്ല് അതിനകത്ത് വേണം. ഒരു മാനേജറൽ സ്കില്ല് അതിനകത്ത് വേണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുണ്ടാവണം. അത് നടത്തി ഞാൻ പറഞ്ഞ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പോളിസി ഐഡിയ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐഡിയാസാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് 1000 ഐഡിയാസ് പറയാൻ പറ്റും. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തന്നെ എന്ത് പ്രയാസം എന്ന് പറയുമ്പോൾ, സോ ഇംപ്ലിമെൻറ്റേഷൻ വേറൊരു ടാസ്ക്കാണ്. അതിലേക്ക് ഇവർ നിൽക്കുമോ? റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണോ? ഈ റിസൾട്ട് ആരുടെ കാണിക്കേണ്ടത്? ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനോ അല്ലെങ്കിൽ KSFDC ചെയർമാൻ, ഇയാൾ ആരുടെ റെസ്പോൺസിബിലിറ്റി റിസൾട്ട് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ അയാളുടെ ജോലി പോകുമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ അതേസമയം ബാക്കിയുള്ള നിങ്ങൾ ഈ ടേബിളിൽ ഇരിക്കുന്നു, നിങ്ങളുടെ TRPയും നിങ്ങളുടെ റിസൾട്ടും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ യുവർ ജോബ് ഇസ് ഇൻ സ്റ്റേക്ക് അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു വർഷത്തേക്ക് ഇരുന്ന് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയാലേ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം കിട്ടുള്ളൂ എന്ന് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ടാസ്ക് മാസ്റ്റേഴ്സ് വരണം, വിഷണറീസ് വരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരൊറ്റ ആളെ മാത്രമേ ഭയങ്കരമായി ആരാധിക്കുകയും എമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അത് ശ്രീ TN ശേഷനാണ്. അറിയാലോ, പഴയ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്തു. അദ്ദേഹം എന്താ പറയുക, ആദർശപരമായ എൻ്റെ പാർട്ടിയിലുള്ള ആൾ പോലുമല്ല. പക്ഷെ എങ്കിലും അയാളെ കൊണ്ടുവന്നൊരു വിഷൻ, ഒരു ഒരു സ്ഥാനത്തേക്ക് ഇരുന്നാൽ, ഒരു ചെയറിലിരുന്നാൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരുന്നു എന്ന് പറയണം അല്ലേ? അതല്ല ഇത്രയും നാൾ എൻ്റെ എത്ര ഇലക്ഷൻ കമ്മീഷണർമാർ വരുന്നു, എൻ്റെ നമ്മൾ ഇന്നിരുന്ന് TN ശേഷനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പം അതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ അതിൽ വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്കിലോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിലോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ദീപു കരുണാകരൻ ഇങ്ങനൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ, എന്തിനാ ദീപു കരുണാകരൻ? അദ്ദേഹം എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? അതിൽ എത്ര സിനിമകൾ ബോക്സ് ഓഫീസിൽ സക്സസ് ആയിട്ടുണ്ട്? വാട്ട് ഡസ് ഹി ഹാവ് ദ റൂൾ ഇൻ ക്രെഡിബിലിറ്റി ഉണ്ട് ഈ കസേര ഏറ്റെടുക്കാനുള്ള ഇതെന്താണ്? കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം ഉൾപ്പെടെ ഉണ്ട്. എനി ആൻസേഴ്സ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ? പാർട്ടി ഹാസ് ടു ഡിസൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കും മിനിസ്റ്റർക്കും വ്യക്തമായ ധാരണയുണ്ടല്ലോ. അല്ല, ദീപു കരുണാകരൻ എന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. പാർട്ടിക്ക് ആ പോസ്റ്റിലേക്ക് ഏത് വർക്കറെയാണ് വേണ്ടത് അതാണ് പാർട്ടി ഡിസൈഡ് ചെയ്യേണ്ടത്. അല്ല അയാളുടെ ക്രെഡൻഷ്യൽസ് ഡെഫിനറ്റ്ലി അതാണോ ഞാൻ പറഞ്ഞത്, അത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി 100% ദാറ്റ് ഈസ് എ മിനിസ്റ്റീരിയൽ ഡിസിഷൻ വിത്ത് ദ മിനിസ്റ്റർ, ഹിസ് ടീം, ദ CM. അവർക്കൊരു നമ്മളെയൊക്കെ കാലം നല്ല വിഷൻ ഉണ്ടെന്ന് ഇതിന്. നമ്മളാരും ഇതൊക്കെ പറയാനായിട്ട്. സോ നമുക്കൊരു പാർട്ടി ഡിസൈപ്പിളായിട്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലല്ലേ? അവർ നമ്മുടെ പെർഫോമൻസ് കാരണം ഈ ജോലിയിലേക്ക് ഇയാൾ നല്ലതാണെന്ന്, മിടുക്കനാണെന്ന് അവർക്ക് തോന്നിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. മനസ്സിലല്ലേ? ഇപ്പം കമേഴ്ഷ്യൽ സിനിമ മേഖലയിലേക്ക് വരുമ്പോഴേക്കും ഇനി അടുത്തൊരു സംവിധാന സംരംഭം ഉറപ്പായിട്ടുണ്ട്. പിന്നെ അത് ഒരു പക്ഷേ ഞാനത് പിന്നെ അനൗൺസ്മെൻറ്റിലേക്ക് വരാം. ഏതായാലും ഈ ഒരു തിരക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റിലേക്ക് ഞാൻ വരുന്നു. ബിക്കോസ് ഇനി സിനിമ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് ഓഫ് ഫിലിം മേക്കിംഗ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇന്നിങ്സാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി. നമ്മൾ നേരത്തെ KSFDCയുടെ കാര്യം എല്ലാ കാര്യങ്ങളും മാറി. അപ്പോൾ ഇനി വരുമ്പോൾ ഒരു പുതുധാര സിനിമ തന്നെയായിരിക്കും എൻ്റെ ആ ഒരു വ്യക്തമായൊരു വേറൊരു ലൈൻ ഓഫ് തോട്ട് തന്നെയായിരിക്കും ആ സ്ഥാനത്തേക്ക്. അടുത്ത ഇന്നിങ് ഞാൻ ഇതുവരെ കണ്ട, അന്ന് 25-ാം വയസ്സിലാണ് ഞാൻ വിൻ്റർ ചെയ്യുന്നത്. അന്നുവരെ കണ്ട ലോകമാണ് എന്നെ ഇതുവരെ കൊണ്ടുപോയത്. അതിനുശേഷം ഞാൻ കണ്ട ലോകം ഭയങ്കര വ്യത്യസ്തമായ ലോകമാണ്, ഭയങ്കര വ്യത്യസ്തമാണ്. ആ ലോകം ഇനി എനിക്ക് സിനിമകളിലൂടെ അഭ്രപാളികളിൽ പതിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ ഇനിയൊരു സ്പേസ് ഉള്ളൂ. നമ്മുടെ കഥ ആർക്കെങ്കിലും കേൾക്കണ്ടേ? അതെ, കേൾക്കണമെന്ന് തോന്നുന്നൊരു സാധനമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. താങ്കളുടെ വാഗോണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ചർച്ചകൾ ഒരുപാട് താങ്കളുടെ പേരിലേക്ക് വരുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. സംഭവിക്കട്ടെ. വിഷൻസ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച എന്തോ ഒരു ഗട്ട് ഫീലിംഗിൽ ഐ ഹാവ് സംതിങ് ലൈക്ക് ഓക്കെ, എന്തൊക്കെയോ ഉണ്ട് താങ്കളുടെ ഉള്ളിൽ എന്നുള്ളത്. ഐഡിയാസ് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എൻ്റെ ഈ കസേരയിൽ ആരെ പിടിച്ചെടുത്ത് ഐഡിയാസ് ഇല്ലാത്ത ആളുകളും ഉണ്ട്. മേ ബി അങ്ങനെയുള്ള ആൾക്കാർ ഒരിടത്ത് എത്തത്തില്ലല്ലോ. അല്ല, ഐ ആം ബേസിക്കലി ബിഫോർ വൈൻഡിങ് അപ്പ്, ഐ ആം വെരി ഹാപ്പി ദാറ്റ് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനായിരുന്ന
പൊളിറ്റിക്സിൽ സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പൊളിറ്റീഷ്യനായിട്ട് നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സുകളിൽ ഒന്നാണ്. ടേക്ക് ഹോം എന്ന് പറയുന്ന ഒരു സാധനം അതാണ്. 2 എന്ന് പറയുന്നത്, ഞാൻ നിന്ന് ഒരിക്കലും സിനിമാ മേഖലയുടെ രാഷ്ട്രീയത്തിലല്ല നിന്നത്. ഞാൻ പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ മേഖലയിലാണ് വന്നത്, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയിലല്ല നിന്നത്. വേറൊരു ഹാർഡ് കോർ പൊളിറ്റിക്സിലാണ് നിൽക്കാൻ പറ്റിയത്. 2 ഇലക്ഷൻസിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എൻ്റെ സ്വപ്നങ്ങളുടെ രാഷ്ട്രീയം മുഴുവൻ 2 ഇലക്ഷനിൽ ഞാൻ പെർഫോം ചെയ്ത് എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റി. അത് സിനിമാക്കാരനായിട്ടും കോൺഗ്രസിനായിട്ടും നിൽക്കാം എന്ന് ഞാൻ തീരുമാനം എടുത്തുകൊണ്ടാണ്. പലർക്കും അത് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ് ഫോർ വാട്ട് എവേഴ്സ് ഹാപ്പൻഡ്. ആൻഡ് ഐ വുഡ് ഓൾവേസ് ലൈക്ക് ടു ബി ഇതേപോലെ ഒരു ഉടുപ്പിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. സ്ഥാനങ്ങൾ അവിടെ ഒരു വിഷയമേ അല്ല. അങ്ങനെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനങ്ങൾ താങ്കളെ തേടി എത്തട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.